ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വളരെ ഈസിയായിട്ടും വളരെ ചിലവ് കുറച്ചും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള തൊലിയെല്ലാം ചെത്തിക്കളയുക. അതിനുശേഷം ചെറിയ പീസായിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പൊട്ടറ്റോ റോസ്റ്റ്. ഈ ഒരു റോസ്റ്റ് മാത്രം മതിയാവും വയറ് നിറയെ ചോറിന്. കുട്ടികൾക്കൊക്കെ നമ്മൾ സാധാരണ ലഞ്ച് ബോക്സിൽ ചോറിനോടൊപ്പം ഇത് കൊടുത്തു വിടാറുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പൊട്ടറ്റോ റോസ്റ്റ്. ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ ഉടനെ തന്നെ അതിനെ വെള്ളത്തിലേക്ക് ഇടണം, ഇല്ലെങ്കിൽ അത് കളർ വ്യത്യാസം വരും. പെട്ടെന്ന് ഒരുമാതിരി കറുത്ത് പോകും. അതുകൊണ്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് അതിനെ കഴുകിയെടുക്കുക. ഈ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വയ്ക്കുക. ഒന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിനാവശ്യമായ ഒരു 4-5 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു സവാള, ഇതെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് അത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം വെന്തോന്ന് നോക്കുക. വെന്തെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കോരി മാറ്റുക. ഒരു ഇരുമ്പ് ചീനിച്ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അത് ചൂടാൻ ശേഷം അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാൻ ശേഷം അതിലേക്ക് 1/2 സ്പൂൺ കടുക് ഇടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്കിട്ട് അതിനൊന്ന് വഴറ്റുക. അതിന് ശേഷം വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള ഇതിലേക്കിട്ട് അതും കൂടി വഴറ്റുക. ഒന്ന് ഒരു ഗോൾഡൻ നിറമായി വരണം, അതുവരെ സവാള വഴറ്റുക. കുറച്ച് കറിവേപ്പിലയും ഇതിലൂടെ ഇട്ട് കൊടുക്കുക. പെട്ടെന്നൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പുപൊടിയും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. ഉള്ളിയുടെയൊക്കെ കളർ മാറി തുടങ്ങി. ഇനി ഉള്ളി ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3/4 സ്പൂണ് മുളക് പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് ഗരം മസാല കൂടി ഇട്ട് നന്നായിട്ട് ആ പൊടി ഒന്ന് ഇളക്കി കൊടുക്കുക.
പൊടിയുടെ ഒരു പച്ച ചുവയൊക്കെ മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ഒത്തിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ ഇതിലേക്ക് തട്ടി ഇളക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇടുക. ഇവിടെ പൊട്ടറ്റോ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായി.